ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ്? അദ്ദേഹം ഏത് കുറ്റകൃത്യമാണ് ചെയ്തത്? ഏത് തരത്തിലുള്ള പങ്കാളിത്തമാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി തന്ത്രിക്കുള്ളത് എന്ന് SIT പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ക്രെഡിറ്റ് ആയിട്ടാണ് CPM സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ചത്. അതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. CPM-എതിരായി എല്ലാ ആക്ഷേപങ്ങളും വന്നപ്പോൾ അതിൽ നിന്ന് വഴി തിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്താണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ്. തന്ത്രിക്ക് ജാമ്യം കൊടുത്തുകൊണ്ടുള്ള കോടതി വിധി ഒരു തെളിവിന്റെ കണിക പോലും ഇല്ല എന്നാണ് അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത്. ഒരു തെളിവും പിന്നെ ശേഖരിച്ചതായും SIT പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്ന് ജനുവരി 11-ന് ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്താലാണ് അറസ്റ്റ് ചെയ്യുന്നത്, എന്താണ് കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യതയുണ്ട്. ഇനി മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും അത് തന്നെ വേണം, എന്താണ് പങ്കാളിത്തം എന്ന്. അത് പറയാതെ അറസ്റ്റ് ചെയ്ത് 40 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്ന് കോടതി പറഞ്ഞിരിക്കുന്നു തെളിവിന്റെ കണിക പോലും ഇല്ല. തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ഒരാൾ, ശബരിമല തന്ത്രിയെ പോലുള്ള ഒരാൾ 40 ദിവസം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വന്നതിനെ കുറിച്ച് ഗൗരവതരമായി അന്വേഷിക്കണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ മുന്നോട്ട് ഡിമാൻഡ് വയ്ക്കുന്നത്. വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.